പാല് വിറ്റ് കാശുള്ളോണ്ടായില്ല, പെരുമാറാനും പഠിക്കണം. ക്ഷമിക്കണം അമ്മേ, പശുക്കൾ പല നിറം, പാൽ ഒരു നിറം എന്നാണല്ലോ ഗുൽബർ യാദവ് പറഞ്ഞിരിക്കുന്നത്. ഈ അവിഞ്ഞ തള്ളം. ചിറ്റപ്പന്റെ പേര് പറഞ്ഞില്ല. പത്രോസ്. പത്രാധിപരെന്ന് പറയായിരുന്നു. ജോലിയല്ല, പേരാ ചോദിച്ചത്. അത് പിന്നെ പത്രത്തിലായതുകൊണ്ട് തട്ട് കിട്ടുമെന്ന് ഭയന്ന് പല പേരുകളിലാണ് എഴുതുന്നത്. യഥാർത്ഥത്തിലുള്ള പേര് കൊരട്ടിയിൽ ഗോപാലകൃഷ്ണൻ നായർ. അതെ, കൊരട്ടിയിൽ ഗോപാലകൃഷ്ണൻ നായർ. അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛനും മകനും തമ്മിൽ കണ്ടിട്ട് 10 വർഷത്തിലേറെയായി. 10 വർഷം? അതെ, വലിയൊരു പാൽ വ്യവസായിയായ പങ്കുണ്ണി നായരായിരുന്നു ഇവന്റെ അച്ഛൻ. അറുത്ത കൈക്ക് ഉപ്പ് കഴിക്കാത്ത ലുബ്ധനോട് ഇവൻ SSLC പാസ്സായ ഉടനെ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി കുറച്ച് കാശ് ചോദിച്ചു. അയാൾ കൊടുത്തില്ല. അന്ന് നൈറ്റിൽ തൊഴുത്തി കയറി ഒരു ജേഴ്സി പശുവിനെ അടിച്ചോണ്ട് പോന്നു. പിന്നെ അങ്ങോട്ട് കയറിയിട്ടേ ഇല്ല. ഇന്ന് ലക്ഷപ്രഭുവായ പാൽ കച്ചവടക്കാരനാണ് ജഡ്ജ് നൈറ്റ് രാജീവ്. എന്നാലും കല്യാണം എന്നൊക്കെ പറയുമ്പോ അച്ഛന്റെ അനുഗ്രഹവും സഹകരണവും ഒക്കെ വേണ്ടേ? അല്ല, പ്രത്യക്ഷത്തിലല്ലെങ്കിലും അച്ഛന്റെ അറിവോടെ തന്നെയാണ് അമ്മ വന്നത്. പിന്നെ കുടുംബക്കാരായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതങ്ങ് നടത്തണം. സദ്യവട്ടം ഗംഭീരമായിരിക്കണം. 4 കൂട്ടം പ്രഥമനെങ്കിലും വേണം. ഉണ്ടാവും. മൂത്തവരുടെ നിശ്ചയം കഴിഞ്ഞിട്ടേ പറ്റൂ. അല്ല, മൂത്തവളുടെ കാര്യം നമുക്ക് ഇപ്പൊ തന്നെ തീരുമാനിക്കാം. ഞാൻ ഇവരെ ഒന്ന് യാത്രയാക്കിയിട്ട് വരട്ടെ. പുറപ്പെടാം. മതി. അവരെ ഹാപ്പി ആയിട്ട് യാത്രയാക്കി. ഇനി ഗീതുമോളുടെ കാര്യം കൂടി നമുക്ക് അങ്ങ് തീരുമാനിക്കണം. എന്താ പിന്നെ ഇനി ഇത് ഉടനെ വേണം. ഇന്നലെയാണ് മോള് ഞങ്ങളോടെല്ലാം പറഞ്ഞത്. ഒരു ഷോക്ക് അടിച്ച പോലെ തോന്നിയല്ലേ? ഒരിക്കലും ഇല്ല. പഴയ കാലം അല്ലല്ലോ. വിവാഹം എന്നൊക്കെ പറയുമ്പോ മക്കളുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്. അമ്പടി കള്ളി, എന്നെക്കാൾ ഒരു മുഴ മുന്നിലെറിഞ്ഞു. എനിക്ക് വിശ്വാസമുണ്ട്, ഈ അച്ഛനും അമ്മയ്ക്കും അനിഷ്ടമായതൊന്നും എന്റെ മക്കൾ ആഗ്രഹിക്കില്ലെന്ന്. അതുകൊണ്ട് ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളും അങ്ങ് സമ്മതിച്ചു. ചെക്കന്റെ ഫോട്ടോ കയ്യിലുണ്ട് അത്രേ. സുന്ദരനാ. മോളെ, ഫോട്ടോ ഗണപതിയെ കാണിക്കും. എന്റെ ഫോട്ടോ എന്നെ തന്നെ കാണിച്ച് പരീക്ഷിക്കണോ അമ്മയ്യച്ച? ഇതാ. കഥകളൊക്കെ കേട്ടപ്പോ സഹതാപം തോന്നി. മുനിസിപ്പൽ ഓഫീസിൽ ഉയർന്ന ഉദ്യോഗം, പക്ഷെ ആരുമില്ല. അന്യം നിന്ന തറവാട്ടിലെ ഏക സന്തതി. ഓലോത്തെ കുട്ടി അത്രേ. കോലോത്തല്ല, കൊട്ടാരത്തിലെ കുട്ടിയാണെന്ന് പറയായിരുന്നു. ഗണപതിക്ക് അറിയോ ഇയാളെ? ഈ ലോകത്ത് എനിക്ക് അവനെ മാത്രമേ അറിയാവൂ. എങ്കിൽ സൗകര്യായി. എനിക്ക് സൗകര്യായി. ഇപ്പൊ തന്നെ ഇവനെ കയ്യോടെ പിടിച്ചോണ്ട് വരാം. എന്നിട്ട് ഭാവി കാര്യങ്ങള് നമുക്ക് കൂട്ടായി തീരുമാനിക്കാം. ഇതെങ്ങോട്ടാ എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത്? ഇങ്ങോട്ട് വാടാ. കാര്യം എന്താന്ന് വെച്ചാ പറ. ഗണപതിച്ചേട്ടാ, എന്താ കാര്യം? ഇവനെ ഇപ്പൊ കല്യാണം കഴിപ്പിക്കാം. അയ്യേ, ഈ കോലത്തിലാ? ആ കോലോത്ത കുട്ടി ഈ കൊല്ലത്ത് കെട്ടിയാ മതി. ആണോ ഉണ്ടോടാ നിനക്ക്? അയ്യാ, തമ്പുരാൻ കുട്ടിയല്ലേ, നാളെ രാജ്യം ഭരിക്കാൻ പോകുന്ന ക്ഷത്രിയൻ. വാടാ, എന്റെ പള്ളിക്കെട്ടി അതായത് ഗണപതിച്ചേട്ടാ, ആക്ച്വലി എന്താ ഉണ്ടായത്? എടാ, ഈ തെണ്ടി എന്നെ ആപ്പ് കയറ്റി. ഇങ്ങോട്ട് വാടാ. അവിടുന്ന്. ഇല്ല, ഞാൻ വരില്ല. എനിക്കറിയാം എവിടേക്കാ കൊണ്ടുപോകുന്നത്. അപ്പൊ നിനക്ക് അറിയാം. മര്യാദക്ക് എന്നോടൊപ്പം വന്നില്ലേ നിന്നെയും പീസാക്കൂടാ. ഇങ്ങോട്ട് വാടാ. എന്റെ തലയിൽ കയറിയിരുന്ന് എന്റെ കണ്ണിനെ എന്നെ മുളകൊടച്ചു തേച്ചല്ലടാ നന്ദി കേട്ടവനെ. നന്ദിയേട് കാണിച്ചതല്ല ഗണപതി ചേട്ടാ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരാനാന്ന് കരുതി ഒന്ന് ഇടിച്ചു കയറി നോക്കിയതാ. ആ ജാരസന്തതി, തോട്ടി വാങ്ങാൻ ഗതിയില്ലാത്തവൻ ആനയെ വാങ്ങാൻ മോഹിക്കരുത്. തന്തയില്ലാത്തവൻ. അപ്പൊ നീ എന്നോടൊപ്പം വരില്ല? വരില്ല. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഈ കൊലച്ചതയ്ക്ക് ഞാൻ കോക്കയിലടിച്ച് തിരിച്ചെത്തും. രാത്രി കൃത്യം 8 മണിക്ക്. അതിനു മുമ്പ് നീ ഈ സ്ഥലം വിട്ടിരിക്കണം. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ നാട്ടിൽ നിന്നും. ഇല്ലെങ്കിൽ ഈ ഗണപതി ആരാണെന്ന് നീ അറിയുമോ? അറിയാതിരിക്കുന്നു ഒരു പെൺ ബ്രോക്കർ. ബ്രോക്കർ നിന്റെ തന്ത. നിന്നെ ഇവിടെ കണ്ടുപോരുത്. ഇതൊരു സാമ്പിൾ മാത്രം. സമ്പൂർണ്ണ വിവാഹോ നഹി. ഞാൻ
എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേക്കാം. തല്ലാൻ ഞാനാണ് ആജ്ഞാപിച്ചത്. ഞാൻ ആരാണെന്നറിയുമോ? തല്ല് കോൺട്രാക്ടറാണോ? അല്ല, മണ്ണൂര് മാധവമേനോൻ, സതീന്ദ്രന്റെ അച്ഛൻ. സതീന്ദ്രന്റെ അച്ഛനോ? അതെ. ഒരു ദുർബല നിമിഷത്തിൽ അടുക്കളക്കാരിയോട് എനിക്ക് തോന്നിയ ഒരു മമത, അതാണ് സതീന്ദ്രൻ. വണ്ടർഫുൾ. വെളിച്ചത്ത് എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, അതാണ് എന്റെ ദുർവിധി. മാലക്കണ്ണാണോ? മാലയുമല്ല, കമ്മലുമല്ല. പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിടികിട്ടാ പുള്ളി. 4 പേരെ കൊന്ന കൊലയാളി. എന്റെ ജീവിതം എന്നും ഒളിവിലാണ്. ഇന്നലെ അവൻ എന്നെ വന്ന് കണ്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തിനാണച്ചാ എന്നെ ജനിപ്പിച്ചതെന്ന്. എന്റെ മോന്റെ മുന്നിൽ തല കുനിച്ചു നിന്നല്ലാതെ ഒരക്ഷരം ഉരിയാടാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനെ പോലെ തന്നെ മുടന്തനായ മറ്റൊരു ജാരസന്തതി കൂടി എനിക്കുണ്ട്. ആ ഞൊണ്ടിയെ ഞാൻ കണ്ടു. ഞാൻ അവനെ കണ്ടിട്ടേയില്ല. പിന്നെ മുടം തൊണ്ടെന്ന് പറഞ്ഞതോ? അവന്റെ തള്ള പറഞ്ഞു. ആഹാ, അവളും മുടന്തിയ. അയ്യോ. മുടന്തിയോട് എനിക്ക് തോന്നിയ ഒരു മമത, അതാണ് യതീന്ദ്രൻ. അതും വണ്ടർഫുൾ. 2 ജാരസന്തതികളിൽ എന്തുകൊണ്ടും യോഗ്യനാണ് എന്റെ സതീന്ദ്രൻ. അവന്റെ മനസ്സൊന്നു നൊന്താൽ നോവില്ല. ഒരിറ്റ് കണ്ണുനീര് വീണാൽ വീഴില്ല. വീഴില്ല. ശരി, ഒരു പ്രധാന കാര്യം കൂടി. ഈ നാട്ടിലെ നമ്പർ 1 ബ്രോക്കറാണല്ലോ താൻ. ബ്രോക്കറോ? ബ്രോക്കറാണ്. അവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ അവരുടെ കല്യാണം താൻ നടത്തി കൊടുക്കണം. എന്താ? അത് വേണോ? വേണം. ഇല്ലെങ്കിൽ തന്റെ വലത് കൈയും ഇടത് കാലും ഈ ശരീരത്തിൽ ഉണ്ടാവില്ല. ദൂരങ്ങൾ താണ്ടിയ സൗഹൃദം ചെയ്യുന്നതേ ഈ മണ്ണൂര് മാധവമേനോൻ പറയാറുള്ളൂ, പറയുന്നതേ ചെയ്യാറുള്ളൂ. മൈൻഡ് ഇറ്റ്. കം ഓൺ. എവിടെ വെറുതെ? എത്ര? സാറിന്ന് ഒരുപാട് കുടിച്ചല്ലേ? ഞാൻ വീണ്ടും അടിച്ചതാ. എല്ലാ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. സതീന്ദ്ര, സതീന്ദ്ര മോനെ, തുറച്ചു നോക്കണ്ട. 8 മണിക്ക് ഇനി 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇപ്പൊ തന്നെ കാലിയാക്കിയ. നീ പോവില്ല, നീ എങ്ങും പോവില്ല. നിന്നെ വിടില്ലടാ. കുടിക്കാതെ ഓരോന്ന് പറയും, കുടിച്ചു കഴിഞ്ഞത് മാറ്റി പറയും. മാറുന്നില്ല, എനിക്ക് പോയേ പറ്റൂ. മോനെ സതീന്ദ്ര, നീ പോയ എന്റെ വലത് കൈയും ഇടത് കാലം നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക്. സത്യമാടാ. നോക്കിയേ, നിന്റെ ഗണപതി ചേട്ടൻ പിന്നെ ഇങ്ങനെ ഇതെന്താ ഗണപതി ആചാരം? കൊക്ക് നടക്കേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ശത്രു എത്ര ദുഷ്ടനായാലും ക്രൂരനായാലും വിശക്കുമ്പോ ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുമ്പോ കുടിവെള്ളം കൊടുക്കണം. സതീന്ദ്ര, നീ ശത്രുത മറന്ന് ഗീതൂട്ടിയെ തന്നെ കല്യാണം കഴിക്കണം. എമ്മാടത്തരം പറയുന്നു. വഴിയെ പോയവരൊക്കെ കയറി പ്രേമിച്ച പെണ്ണെ കല്യാണം കഴിക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ, നീ എങ്ങനെ പറയുന്നത് സതീന്ദ്ര? നീ കൊടുക്കുന്ന ചെളിവെള്ളം പോലെയല്ല, പരിശുദ്ധയാണവൾ. ഞാൻ മോഹിച്ചതല്ലേ ഉള്ളൂ, പ്രേമിച്ചവൻ നീയല്ലേ. വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, പെണ്ണിനെ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ, അങ്ങനെ പറയരുത് സതീന്ദ്ര. ഈ ഒരു കാര്യത്തിന് മാത്രം എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. അപ്പൊ എന്റെ വലത് കൈയും ഇടത് കാലും നീ കൊടുത്തേ അടങ്ങുമല്ലേടാ? ഇത് കുറെ നേരമായല്ലോ, വലത് കൈയും ഇടത് കാലും. അതെന്താണ്? അത് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇല്ല, എന്ത് ത്യാഗം സഹിച്ചും ഈ കല്യാണം ഞാൻ നടത്തും. ഈ ഗണപതി നടത്തും, നോക്കോ. എന്താ ഈ വേഷത്തില്? അയ്യോ, കാക്കി വേഷം. ഈ തറവാട്ടിലൊരു കാട്ടിട്ടായിരുന്നു.
എന്താ ശബ്ദം കേട്ടത്? അയ്യോ, കപ്പും സോസറും ഒക്കെ പൊട്ടിയില്ലോ. എന്താ ഉണ്ടായത്? ഒരു ദിവാസ്വപ്നം കണ്ട് പേടിച്ചു പോയി. പേടിക്കാൻ മാത്രം എന്താ കണ്ടത്? കാക്കിയിട്ട് കാക്കിയോ? അതെ, ഞാനൊരു ഹോട്ടലിൽ നിന്ന് കാപ്പ് കുടിക്കുക. അപ്പൊ കാക്കിയിട്ട് ഒരു പോലീസുകാരൻ വന്ന് കപ്പ് ശ്വാസം കയ്യിൽ നിന്ന് മേടിച്ച് താഴെ ഇട്ട് പൊട്ടിക്കുക. എന്താന്ന് വെച്ചാൽ കാര്യം പറയില്ല. അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഒരു ദിവാസ്വപ്നം. അല്ല, ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടോണ്ടിരുന്നാ മതിയോ? അവധി എനിക്ക് 10 ദിവസമായി. എന്ന് മുതൽ ഓഫീസിൽ പോണത്? ഞാനും അതേപ്പറ്റി ആലോചിക്കുകയാണ്. കുടിവെള്ളം മുട്ടിപ്പോന്ന പ്രശ്നമല്ലേ? കുടിവെള്ളോ? നീ വളരെ ഇന്നസെന്റ് ആണ്. എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പറയണം, എന്നാലേ മനസ്സിലാവും. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ശമ്പളം. ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടില്ല. അപ്പൊ കുടിവെള്ളം മുട്ടില്ലേ? അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി.